നമസ്കാരം. എല്ലാവർക്കും ഷാവിഷിൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. അങ്ങനെ ക്രിസ്തുമസ് സമാധാനമായി ലോകം കൊണ്ടാടി. ചില അന്വേഷിച്ച സംഭവങ്ങൾ ഒഴിച്ചാൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ക്രിസ്തുമസ് ആഘോഷം ലോകവ്യാപകമായി തന്നെ അതിൻ്റെ പ്രസക്തി കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞൊരു ആരോപണം. അതിന് ഒരു പ്രധാന കാരണം ജനങ്ങൾ ബോധവാനായെന്ന് മാത്രമല്ല, കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായി പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ബ്രഹ്മാണ്ഡ കലാഹത്തെ സൃഷ്ടിച്ച ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിയായിരിക്കില്ല ദൈവം. കേവലം ഒരു രാജാവിൻ്റെ മകനോ ഒരു അച്ഛൻ്റെ പിതാവിൻ്റെ മകനോ അവരെങ്ങനെ ദൈവമാവും? അവരാണ് ദൈവം എന്ന് പ്രചരണം നടത്തിയാൽ അത് ഇളം തലമുറക്ക് മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റാത്ത പേരിൽ സത്യാവസ്ഥ ഇനിയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്താഗതിയുള്ള മതങ്ങൾ ലോകത്ത് തന്നെ വളർച്ച മുരടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മനഃശാസ്ത്ര വിദഗ്ധർ, ഫിലോസഫിസ്റ്റുകൾ, ശാസ്ത്രജ്ഞന്മാർ കുലങ്കഷമായി ചിന്തിച്ചിട്ട് സത്യം എന്താണെന്ന് അവരവരെ അനുയായികളെ മതവിശ്വാസികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ അതിൻ്റെ ഫലം തീക്തമായിരിക്കും. അതൊരു സൂചന മാത്രം. മറ്റൊന്ന്, ഏതാനും ദിവസം മുൻപ് ഞങ്ങൾ പറഞ്ഞു 2 സന്തോഷ വാർത്ത. ഒന്ന്, ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിച്ചു റഷ്യ. പിന്നെ അന്തർദേശീയ സന്തോഷ വാർത്ത. പിന്നെ പ്രാദേശിക സന്തോഷ വാർത്ത. കേരളത്തിൽ ഒരുപക്ഷെ 26-ലും എൽഡിഎഫിന് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ട് എന്ന്. അങ്ങനെ 2 കാര്യം. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഒരു സന്തോഷ വാർത്ത കൂടി പറയുന്നതിനൊപ്പം തന്നെ ഒരു ദുഃഖവാർത്തയും പറയാം. ആ ദുഃഖവാർത്ത എന്താ വെച്ചാൽ MTയുടെ മരണമാണ്. മരണം പിന്നെ മരണം ഉറപ്പാണ്, അത് മാറ്റാൻ പറ്റില്ല. പക്ഷേ ഏതായാലും അദ്ദേഹത്തിൻ്റെ ജീവൻ പൊലിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. സന്തോഷ വാർത്ത മറ്റൊന്നുമല്ല, നൈൽ നദിയുടെ ശാപം, ഈജിപ്തിൻ്റെ ശാപം നൈൽ നദി എന്ന് നമ്മൾ എവിടെയോ പണ്ട് വായിച്ചിട്ട് ഓർക്കും. നൈൽ നദി ഈജിപ്ത് ശാപം. അതുപോലെ എടപ്പള്ളി അല്ലെങ്കിൽ ലൂലു എടപ്പള്ളിയുടെ ശാപമാണ്. അതൊരു പരിഹാരം എന്നോണം അതിൻ്റെ മാനേജ്മെൻറ്റ് എന്നിട്ട് 3 വർഷത്തിനകം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ലൂലു കുറച്ചുകൂടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റുകയും അവിടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല് സംവിധാനത്തുകയും ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് കേരള നഗര ഗ്രാമ വികസന ഫോറം ചെയർമാൻ നിലയിൽ മൊയ്തീൻ ഷായി ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട ലൂലു ഗ്രൂപ്പിൻ്റെ അധികാരികൾ മനസ്സിലാക്കിയ ശേഷം പരിഹാരം കാണുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ലൂലു ഗ്രൂപ്പിനെ പോലുള്ള സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ഇതുപോലെ ജംഗ്ഷനുകളിൽ വന്നതിൻ്റെ ഫലമായി യാത്രാത്തിരക്ക്, വാഹനത്തിരക്ക് അത് ഒരു വശത്തോടി, മറ്റു വശത്തോടി ആയിരക്കണക്കിന് ചെറുകിട സ്ഥാപനങ്ങൾ പൂട്ടിപ്പോവാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പൊതുപ്രവർത്തകർ വലിയ പ്രതിസന്ധിയിലാണ്. കാരണം ചെകുത്താനും കടലിൽ നടക്കണം. ഇങ്ങോട്ട് പോയാൽ കടലിൽ, ഇപ്പോൾ ചെകുത്താൻ എന്ന് പറഞ്ഞാൽ ലൂലുവിനെ എതിർക്കാനും പറ്റില്ല എന്ന് അനുകൂലിക്കാൻ പറ്റാത്ത അവസ്ഥ. എതിർത്ത് കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് ഇപ്പം ചില ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതേക്കാൾ ദുഷ്ടന്മാരായിരിക്കും പിന്നെ വരുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് മുഖ്യ ശത്രുവിനെ തോൽപ്പിച്ച് ചെറിയ ശത്രുവിനെ കൊണ്ടുവയ്ക്കാതെ പറയുമ്പോലെ മുഖ്യ ശത്രു വലിയ ദുഷ്ടന്മാർ വരേക്കാൾ നല്ലത് ഈ ചെറിയ ശത്രുതയുള്ള കാര്യമില്ലേ, അതുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടി വരുന്നു. അങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിലും തീരാ ദുഃഖത്തിലുമാണ്. ഇതിനൊരു പരിഹാരം ലൂലു ഗ്രൂപ്പിനെ
കണ്ടുപിടിക്കണം എന്നുള്ള നിർദ്ദേശത്തോടെ നമ്മുടെ കാര്യങ്ങൾ തുടങ്ങാം. കാരണം ഇനി ഇടപ്പള്ളി സംബന്ധിച്ച് ഒരു വികസന സാധ്യതയില്ല. ചെയ്യാവുന്ന പരമാവധി ഇപ്പോൾ 2 സപ്ലൈ കൂടി തുടങ്ങാൻ പോവാണ്, അതിൻ്റെ പണി അതുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ വികസനമോ ഇടപ്പള്ളിയെ സംബന്ധിച്ച് ഇല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ 3 വർഷം ടൈം കൊടുക്കണം. നമ്മൾ 3 വർഷത്തിനുള്ളിൽ സ്വസ്ഥമായ സിറ്റിയിൽ നിന്ന് അധികം അകലില്ല എന്നാൽ സിറ്റിക്കകത്തും അല്ലാത്ത രീതിയിൽ വളരെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങളുള്ള ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു ഇപ്പോൾ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ലേക്ക് ഷോർ കുറച്ചുകൂടി ഉണ്ട്, അതിനേക്കാൾ ഉള്ളിലാണല്ലോ നമ്മുടെ മറ്റേ ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ അതുപോലെ കുറച്ച് വിജനമായ സ്ഥലത്തേക്ക് മാറ്റുമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അത് ഞങ്ങളുടെ കണക്കുകൂട്ടലാണ്. അതങ്ങനെ ചെയ്യേണ്ടി വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സംഘടനയുടെ പ്രസിഡന്റ് കൂടിയാണ് മൊയ്തീൻ ഷാ. ഓക്കെ. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ ഒരു വാട്സപ്പ് മെസ്സേജ് അല്ല, ഒരു ചാനലിൽ കണ്ടു. MG ശ്രീകുമാർ, പാട്ടുകാർ MG ശ്രീകുമാർ വന്നിട്ട് എൻ്റെ ഡ്രൈവറെ വിളിച്ച് ഈ എടപ്പള്ളി ആലുവ ഭാഗത്തേക്ക് തിരക്ക് കുറഞ്ഞില്ല, എന്താണ് നമ്മൾ സംവിധാനം ഉണ്ടാക്കിയത്, വേഗം വീട്ടിലെത്തിയല്ലോ എന്ന് ഡ്രൈവറോട് പറഞ്ഞായിട്ട് പറഞ്ഞത്. നല്ല കാര്യം. സത്യത്തിൽ കുറച്ച് തിരക്ക് എടപ്പള്ളി ഭാഗത്തും അല്ലെങ്കിൽ എടപ്പള്ളി ഭാഗത്തല്ല, കളമശ്ശേരി ഭാഗത്തും അത് ആലുവ ചില ഭാഗത്തൊക്കെ അങ്കമാലി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും എടപ്പള്ളി HMD ഭാഗത്ത് ഒരു തിരക്ക് കുറഞ്ഞ സത്യം. ഇത് ശ്രീമാൻ വ്യവസായ മന്ത്രി രാജീവിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാരോ അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് കമ്മീഷണർ അല്ല. ഞങ്ങളുടെ ഗ്രൂപ്പ് കൊറോണയ്ക്ക് തൊട്ടുമുമ്പ് 2017 ഇങ്ങനൊരു സംവിധാനത്തെക്കുറിച്ച് പറയുകയും എഴുതുകയും അത് അവിടുത്തെ ട്രാഫിക് സെക്ഷൻ മനസ്സിലാക്കി അത് അവർ ചെയ്തതിന് എന്താ പറ്റുക വെച്ചാൽ 2 വശത്തൂടി വരുന്ന വണ്ടി ഒരു വശം തിരിച്ചു വിട്ട്. പക്ഷെ അപ്പോൾ ആ തിരക്ക് കൂടുതൽ വെച്ചാൽ അവിടെ ട്രാഫിക്കിൽ ടൈം ഉണ്ട്, സിഗ്നൽ ടൈം വർദ്ധിപ്പിക്കാത്തതുകൊണ്ട് രാവിലെ തുടങ്ങി ഒരു 10 മണിയാകുമ്പോഴേക്കും ഏറ്റവും നീണ്ട് റോഡ് ബ്ലോക്കായി 10 മണിക്ക് ശേഷം അത് ക്യാൻസൽ ചെയ്ത പരിപാടി. അതാണ് ഞങ്ങളാണ് ആദ്യമായിട്ട് ആ ഐഡിയ പറഞ്ഞതും ട്രാഫിക് പോലീസിൻ്റെ ചുമതലപ്പെടുത്തിയും അവരത് നിർവഹിച്ചത്. അതിനുശേഷം കുറച്ചുകൂടി വിപുലമായി പഠിച്ച് ചില മോഡിഫിക്കേഷൻ വരുത്തി. ഒരു മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിൽ ഒന്ന് കറങ്ങി വരുന്നത്, ആ കറങ്ങി വരുന്നതിൽ ബുദ്ധിമുണ്ടെങ്കിലും അതുകൊണ്ട് അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ തിരക്ക് കുറഞ്ഞു. നല്ല കാര്യം. അപ്പം അങ്ങനെ ചെയ്തതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ തന്നെ നാട് നന്മയാണ്, സംശയമില്ല. അപ്പോൾ ഏതാണ്ട് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ നടക്കുന്ന പല മാറ്റങ്ങൾക്കും വോയിസ് ഓഫ് ജസ്റ്റിസ് 10-30 വർഷം പറഞ്ഞ് 51 ക്ലോസ് ഉണ്ട്. അത് 50-ാം വർഷം ആഘോഷിച്ചല്ലോ നമ്മൾ സ്വാതന്ത്ര്യ സമയത്തിൻ്റെ. അപ്പോൾ 51 പോയിന്റ് നമ്മൾ പറഞ്ഞിട്ട് ആ പറഞ്ഞ 51 പോയിന്റിൽ പല പോയിന്റാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും ഇപ്പോൾ പറയാൻ സമയമില്ല. അതാണ് സത്യം. ഇതെല്ലാം ഞങ്ങൾ അഹങ്കാരം പറയും, അറിവ് അല്ലെങ്കിൽ പൊങ്ങച്ചം പറയുന്നില്ല. എന്തെടുത്താലും എട്ടുകാലും ഒമ്മിഞ്ഞ പോലെ അത് ഞങ്ങളാണ് എന്ന് പറയുന്നതല്ല. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്. അപ്പം അതാണ് ഒരു സംഭവം. പിന്നെ ഇന്ന് നമ്മുടെ രാഹുൽജി ലേറ്റസ്റ്റ് ഇപ്പോൾ കണ്ട വാർത്തയാണ്. രാഹുൽജി പറഞ്ഞു വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് മാറ്റി മഹാരാഷ്ട്ര, അതുകൊണ്ടാണ് തോറ്റെന്ന് പറഞ്ഞു. എൻ്റെ രാഹുൽജി, അതാണ് സത്യമായിരിക്കാം, സത്യമാണെന്ന കാര്യം സംശയമില്ല. പക്ഷേ ബൂത്ത് അടിസ്ഥാനത്തിൽ പ്രവർത്തനം ഉണ്ടായതെങ്കിൽ ഓരോ ബൂത്തിൽ എത്ര വോട്ട് പോയി എന്നും എത്ര കൂടുതൽ ചേർത്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അത് ഒരു യൂണിറ്റ് എന്നാണ് ബൂത്ത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് വിജയിക്കണമെങ്കിൽ ആ യൂണിറ്റ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ബൂത്ത് അടിസ്ഥാനത്തിൽ പ്രവർത്തനം വേണം. ആ വോട്ടർ ലിസ്റ്റ് അവർക്ക് കാണാപ്പാടെ അറിഞ്ഞിരിക്കണം. അവരുടെ ബൂത്തിൽ ഒരു വോട്ടർ ചേർന്ന് കഴിഞ്ഞാൽ അവൻ ആരെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ഒരു വോട്ട് ഇല്ലാതെ വന്നാൽ അവൻ ആരെന്ന് മനസ്സിലാക്കണം. മരിച്ചതാണോ, നാട് വിട്ടുപോയതാണോ, അല്ലെങ്കിൽ വോട്ടർ ലിസ്റ്റ് വെട്ടിക്കളഞ്ഞാണോ അറിയണം. അങ്ങനെ അറിയാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ കരുതക്കാമൻ കരുതി നിൽക്കുമ്പോൾ കരുതി നിന്നിട്ട് കാര്യമില്ല. ഇതുപോലെയൊക്കെ സംഭവിക്കും. കോൺഗ്രസ് സംബന്ധിച്ച്, രാഹുൽ സംബന്ധിച്ച്, പ്രിയങ്കയെ സംബന്ധിച്ച് ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ഈ ബൂത്ത് അടിസ്ഥാനത്തിൽ യൂണിറ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തനമില്ല. ഇവൻ കേരളത്തിൽ പോലും ഇല്ല. പിന്നെയാണ് മഹാരാഷ്ട്രയിൽ പറഞ്ഞത്. പണ്ട് കാലത്ത് നിങ്ങൾ ജയിച്ചിട്ട് ഒരു ആൾക്കൂട്ടമായിരുന്നു. അത് എല്ലാവർക്കും ഒരു മോഹമാണ് ആ കോൺഗ്രസ് വോട്ട് ചെയ്യുന്നുള്ളത്. അങ്ങനെ പോയി അവരെ സ്വന്തം ചെല്ലിൽ വോട്ട് ചെയ്യുമായിരുന്നു. ഇന്നിപ്പോൾ അവരിങ്ങനെ അങ്ങനെയുള്ള ഒരു ആൾക്കാരെ സ്വന്തം ചെല്ലിൽ വോട്ട് ചെയ്താൽ പോരാ. അതിന് ബദലായിട്ട് BJP വളരെ ശക്തമായിട്ട്
എങ്ങനെയാണ് ശക്തം എന്ന് പറയുന്നത്? പല പ്രാവശ്യം പറഞ്ഞാണ്, ഇപ്പോഴും കോൺഗ്രസ് മനസ്സിലാകാത്ത ഒരിക്കലും പറയണ്ട. അവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആ പ്രിന്റ് ചെയ്ത കോപ്പിയില്ലേ, ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് കമ്പ്യൂട്ടേഴ്സിലാണ് എങ്കിലും ഒരു പേജ് എന്ന് വെച്ചാൽ 2 വശമാണ്. രണ്ട് പേജ് ഉണ്ട്. ഒരു പേജ് ഒരു ഷീറ്റ് 2 പേജ് ഉണ്ട്, 2 വശം. ആ 2 വശം, ഒരു വശത്തിന് വേണ്ടി അവർ ഒരു മെയിൻ ആള് വയ്ക്കും. BJP ചെയ്യുന്ന കാര്യം പറഞ്ഞത്, അത് കോൺഗ്രസ്സിൽ പഠിക്കാൻ വേണ്ടിയാണ്. അവർ സഹായിക്കേണ്ട 12 പേര് വേറെയുണ്ട്. 13 പേര് ഒരു വോട്ടേഴ്സ് ലിസ്റ്റിലെ ഒരു പേജിൽ ഒരു വശത്ത് ആകെ വന്നത് 25 ഒരു ആള് 250 വോട്ടാണുള്ളത്. 250 വീടല്ലേ, 250 വോട്ടർമാരാണ്, 250 വ്യക്തികളാണ്. ഈ 250 വ്യക്തികളെ കണ്ടുപിടിക്കാൻ ഈ 13 ആൾക്കാർക്ക് വല്ല കുഴപ്പമുണ്ടോ? അവർ കാണപ്പെടാൻ അറിയാൻ പാടില്ലേ? ആ സംവിധാനമാണ് BJP ഉപയോഗിക്കുന്നത്. അത് കാലാകാലങ്ങളായി. അതിന് പുറമെയാണ് വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി പ്രിയങ്ക മത്സരിച്ചെ കുറിച്ചുള്ള പോരായിക, പിന്നെ സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും തൊട്ടടുത്ത് റോബർട്ട് വധേരയുടെ ബനിയിട്ട് അതിന് പുറകിൽ വലിയ കുരിശമാല തൂക്കിയുള്ള ചിത്രമാണ് വടക്കയിൽ പ്രചരിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികൾ രാജ്യം കൈയടക്കാൻ പോകുന്നു. അതാണ് കുറേ നാളായിട്ടുണ്ടായിരുന്നത്, 10 വർഷമല്ല മുൻപായിട്ട്. ഈ അടുത്ത കാലത്ത് വയനാട്ടിൽ രാഹുൽ വന്ന് മത്സരിച്ചപ്പോൾ കൊച്ചു പാകിസ്ഥാൻ കൂടി വന്നു. ക്രിസ്ത്യാനി മാത്രമല്ല, കൊച്ചു പാകിസ്ഥാനും വന്ന് നമ്മൾ നശിപ്പിക്കാൻ പോകുന്ന ഈ ചാണകവും മൂത്തും കുടിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ മതിയില്ലോ, അത്ര വിവരം അവർക്കുള്ളൂ. അവർക്ക് ലീഗ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ ഉപയോഗിച്ച ലീഗാണ്, അല്ലെ മലപ്പുറത്തുള്ള ലീഗൊന്നും അവരറിയില്ല. അവരെ പച്ചക്കൊടി എന്നാൽ പാകിസ്ഥാനിലെ ലീഗിൽ തന്നെയാണ് കാണുന്നത്. അപ്പോൾ പാകിസ്ഥാൻ വരുന്നു, കത്തോലിക്കൻ വരുന്നു എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കും. അങ്ങനെയാണ് കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം 100ഓളം സീറ്റ് പോയത്. ഇത്തവണ അത് തന്നെ. മഹാരാഷ്ട്ര ഇത്ര തൂത്തുവാരാൻ കാരണം പ്രിയങ്ക ഗാന്ധിയുടെ ആ മത്സരവും അത് കണ്ട് ലീഗുകാർ ഉൾപ്പെടെ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ അർമാദിക്കാന്നാണ്. ആഹ്ലാദം കൊണ്ട് ഇരിക്കപ്പോയി. കാരണം 4 ലക്ഷം വോട്ട് കിട്ടുക, അത് ലീഗിൻ്റെ കെയർ ഓഫിൽ എന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷിക്കല്ലോ. പക്ഷേ ലീഗിന് മലപ്പുറത്തും അല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസും സാധ്യത കൂടി, അത് സംശയമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പാർലമെന്റിൽ എത്തിയാൽ മതി എങ്കിൽ ഒരു കുഴപ്പമില്ല, ഓക്കെ, പെർഫെക്റ്റ് ആണ്. പക്ഷെ പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധി എത്തിയ പോരല്ലോ. ഭരിക്കുന്ന 272 സീറ്റ് വേണ്ടേ? ബാക്കി 271 സീറ്റും കൂടി ജയിക്കട്ടെ, അല്ലെങ്കിൽ 2 പേര് ജയിച്ചു 270 സീറ്റ് വേണ്ടേ? അതിന് ജയിപ്പിച്ചെടുക്കും. അത് ജയിപ്പിച്ചെടുക്കാൻ പറ്റാതില്ല എന്ന് നിങ്ങൾ തെളിയിച്ചില്ലേ? അതല്ലേ ഡൽഹിയിൽ നിന്നോ UP നിന്നോ ഒന്നും മത്സരിക്കാതെ ഈ കൊച്ചു കേരളത്തിൽ, അതും ലീഗിൻ്റെ പ്രമാദത്തോടെ സ്ഥലത്ത് വന്ന് മുസ്ലിങ്ങൾ മാത്രം ലീഗിൻ്റെ ഭാഗത്ത്, അത് നിങ്ങൾ എത്ര കണ്ട് ബാധിച്ചോ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പം നിങ്ങൾ നോക്ക്, നിങ്ങൾ പ്രിയങ്ക ഗാന്ധി കഴിവുണ്ട്, അമ്മയുടെ പേരക്കിടാവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ, അമ്മൂമ്മയുടെ പേരക്കിടാവൊക്കെ ഉണ്ടെങ്കിൽ സമ്മതിക്കുക, ഡൽഹിയിലെ ഇലക്ഷൻ വരാണ്, നിങ്ങൾ ഭൂരിപക്ഷം സീറ്റ് നേടി നിങ്ങൾ മുഖ്യമന്ത്രിയാകൂ. അപ്പം നിങ്ങൾ അംഗീകരിക്കുക, നിങ്ങൾ കഴിവുണ്ടെന്ന് നോക്കിക്കാം. അല്ലാതെ ഈ 90% കോൺഗ്രസ്സുകാരും അത് മുസ്ലിങ്ങൾ ലീഗുള്ളവരടുത്ത് വന്ന് നിങ്ങൾ 4 ലക്ഷത്തിന് 5 ലക്ഷത്തിന് 5 കോടി വോട്ട് ജയിച്ചെടുത്ത കാര്യമല്ലേ? അപ്പോൾ ഒരു സീറ്റിലെ പാർലമെന്റ് എത്തുള്ളൂ. അതെന്ത് നിങ്ങൾ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കാത്തത്? അത് ഉപദേശിക്കുന്നത് മനസ്സിലാക്കുന്നത്. ഞാൻ വീണ്ടും ജയശങ്കർ വക്കീലൊക്കെ എന്തിനും ഉത്തരം സമാധാനം പറഞ്ഞ ആളാണ്. കുറച്ചുകൂടി എന്ത് ഇതേ കുറ്റം മിണ്ടുന്നില്ലല്ലോ. ഇതിൻ്റെ അപാകത്തെ കുറ്റം മിണ്ടിയിട്ടില്ല. ഇതിൻ്റെ അപാകത മിണ്ടിയാൽ ഫ്രീഡമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രിയങ്ക കോൺഗ്രസ്, സോണിയ കോൺഗ്രസും ഈ ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗുമാണ് ഇത്ര പെട്ടെന്ന് BJPയെ അല്ലെങ്കിൽ സംഘപരിവാറിനെ ഇന്ത്യയിൽ അധികാരത്തിൽ വരുത്തിയത്, ഇപ്പോൾ കേരളത്തിൽ വരുത്താൻ പോകുന്നു. അതെങ്ങനെയെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ കുറിച്ച് പരാതി സുപ്രീം കോടതി തന്നല്ലോ. ഒരു BJPക്കാരൻ 24 മണിക്കൂർ കേസ് പിൻവലിച്ചില്ലേ? ബുദ്ധിയുടെ അംശം ഉണ്ടായതെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും മനസ്സിലാക്കമായിരുന്നു എന്തുകൊണ്ടാണ് BJPയുടെ ഒരു നേതാവ് സുപ്രീം കോടതി കേസ് 24 മണിക്കൂർ പിൻവലിച്ചത്. കാരണം അവർക്ക് വളരാൻ ഈ മലപ്പുറം ലീഗ് ആവശ്യമാണ്, ഈ കത്തോലിക്ക കോൺഗ്രസ് ആവശ്യമാണ്. അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഈ ഷാഫിക്കും ഒന്നും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് പറയാനാണ്? പിന്നെ ഇത്രയും നല്ല അനുകൂലമായ ഘടകം കിട്ടിയിട്ടും അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ ഈ നേതാക്കൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഇനി ആരാണ് കോൺഗ്രസ് നേതാവ് വരുന്നത്?
അപ്പം ആകെ പ്രതീക്ഷയുള്ളത് മഹാരാഷ്ട്രയിൽ പിന്നെ കോൺഗ്രസ് പല അത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പുണ്ടായാം, അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനിൽ പേര് മാറ്റി, ഒക്കെ ശരിയാണെന്ന്. അതൊക്കെ നമ്മൾ അന്വേഷിക്കുക. നമ്മുടെ ശത്രുവാരം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു വ്യക്തിയുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അവന് ശത്രുവിൻ്റെ മിത്രം തിരിച്ചറിയുക എന്നുള്ളതാണ്. ശത്രുവിൻ്റെ മിത്രം തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ ആ പ്രസ്ഥാനം വളരില്ല, ആ വ്യക്തി വളരില്ല. ഇവൻ ഞാനാണെങ്കിൽ പോലും. നിങ്ങളുടെ ശത്രു ആരാണ് മനസ്സിലാക്കാത്തത്? ഞങ്ങൾ ഇങ്ങനെ ചെയ്താൽ സൈഡ് എഫക്റ്റ്, പാർശ്വഫലം എന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? അപ്പോൾ എല്ലാം തികഞ്ഞ ആൾക്കാരില്ല. അപ്പോൾ എന്താ ചെയ്യണ്ടേ? ഓരോ സെക്ഷനിലും വിദഗ്ധരായ ആൾക്കാർ ലോകത്തുണ്ട്, ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. അവരോട് ചോദിക്കണം. അതാണ് നമ്മൾ ഓരോ സെക്ഷനായിട്ട് വരുന്നത്. അല്ല എല്ലാം ഒരാളെ ഏൽപ്പിച്ച് കൈ നിൽക്കുമോ? ഇല്ല, ആ സെക്ഷൻ ഇട്ട് നമ്പർ ഇട്ട് കൊടുക്കുകയാണ് സർക്കാർ ഓഫീസൊക്കെ. അപ്പോൾ അവിടെ പിടിച്ചാൽ മതി, കണ്ടുകൂട്ടാം. അതിലിപ്പോൾ പ്രൈവറ്റും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയും കേരളത്തിലെ മുസ്ലിം ലീഗിന് ആവശ്യമുള്ള വയനാട് മത്സരിച്ച് എന്തായിരിക്കും സൈഡ് എഫക്റ്റ് എന്ന്, പാർശ്വഫലം എന്ന് നിങ്ങൾ സ്റ്റഡി ചെയ്യണ്ടേ? AKSൽ റിസർച്ച് വിങ് പോലെ കോൺഗ്രസ് വിങ്ങില്ലേ? കോൺഗ്രസ് നേതാക്കളത് അത് അന്വേഷിക്കട്ടെ, അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താന്ന് അതന്വേഷിച്ചു. എങ്ങനെയെങ്കിലും പാർലമെന്റിൽ എത്തിയാൽ മതി, അധ്വാനം കൂടാതെ കുറുക്ക് വഴിയിൽ, എളുപ്പ വഴിയിൽ. ഇതല്ലേ കോൺഗ്രസ് ചിന്തിച്ചത്? പ്രിയങ്ക ഗാന്ധി, രാഹുൽ ചിന്തിച്ച്, ഇവിടുത്തെ കേസ് വേണുകൾ ചിന്തിച്ച് പ്രിയങ്കയെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അധ്വാനം കൂടാതെ കുറുക്ക് വഴിയിൽ, എളുപ്പ വഴിയിൽ പാർലമെന്റിൽ എത്തിക്കുക. അത് കണക്കൂട് നല്ലത്. പണ്ട് നെഹ്റു പറഞ്ഞില്ലേ, ലെഗ് ഈസ് ഫൈൻ ബട്ട് ഐഡിയ ഈസ് ഗുഡ് ബട്ട് ലെഗ് ഈസ് ഫൈൻ. തമാശ പറഞ്ഞെന്ന് വെച്ചാൽ നെഹ്റുവും ഇന്ദിരയും കൂടി ബസ്സിൽ യാത്ര ചെയ്യുവാണ്. അത് വലിയ സത്യമില്ല. അപ്പോൾ പുറകിൽ ഒരുത്തന് ചെറുപ്പക്കാരനിരുന്നു. അപ്പോൾ ഇന്ദിര എന്ന് പറഞ്ഞാൽ പെൺകുട്ടി സ്ത്രീയാണല്ലോ. ആ ഇന്ദിരയുടെ കാലടച്ച് പുറകിൽ ഇന്നോ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ കാല് മുട്ടിയത് നെഹ്റുവിൻ്റെ കാലിലാണ്. ഒരു ഉദാഹരണം. നെഹ്റു ഹോസ്പിറ്റലിൽ പോകുന്ന ആളില്ല, സഞ്ചരിച്ചില്ല. അപ്പോൾ പറഞ്ഞാണ് ഐഡിയ ഈസ് ഗുഡ്. എടാ നിൻ്റെ ഐഡിയ കൊള്ളാം, പക്ഷേ ലെഗ് ഈസ് ഫൈൻ, എൻ്റെ കാലായിപ്പോയെന്ന് എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഐഡിയ നല്ലതാണ്. എങ്ങനെ പ്രിയങ്ക ഗാന്ധിയെ പാർലമെന്റിൽ എത്തിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, 100% കറക്റ്റാണ്. പക്ഷേ പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധി മാത്രം പോരാ, 272 എംപിമാരുടെ സാന്നിധ്യം വേണം കോൺഗ്രസ്. എങ്കിലേ കോൺഗ്രസ് മുന്നണിക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. അത് 272 BJP ആളെ കയ്യിലെടുക്കും. ഒരു 300 സീറ്റുകൾ വേണം. പോട്ടെ, 300 സീറ്റുകൾ വേണം. ഈ 300 സീറ്റ് ഉണ്ടാക്കാതെ നിങ്ങൾ വന്ന് എളുപ്പവഴിയിൽ ക്രിയേറ്റ് ചെയ്ത് പാർലമെന്റിൽ എത്തിയിട്ട് ഘോരം പ്രസംഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ മഹാരാഷ്ട്രയിൽ അങ്ങനെ കളഞ്ഞ് അത് ഇപ്പോൾ പറയാണ് വോട്ടേഴ്സിൽ പേര് മാറ്റിയെന്ന്. വോട്ടേഴ്സിൽ പേര് എടുത്ത് കളിച്ചെങ്കിൽ അത് അറിഞ്ഞിരിക്കണം. അതറിഞ്ഞില്ല. ഇപ്പോൾ പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ആകെ ഒരു പ്രതീക്ഷ ഉണ്ട് എന്ന് പറയുന്നത് ബീഹാറിൽ, മഹാരാഷ്ട്ര പോലെ ബീഹാറിൽ കളിക്കാൻ പോകണം. അത് മനസ്സിലാക്കിയ നിതീഷ് NDA വിട്ടു പോരും എന്നൊക്കെ ഒരു സൂചന കാണുന്നുണ്ട്. അങ്ങനെ വന്ന ഇനിയെങ്കിലും ആ നിതീഷിനെ നിങ്ങളുടെ ഇന്ത്യ മുന്നിൽ ഉൾപ്പെടുത്തിയിട്ട് മാന്യമായി ഉൾക്കൊണ്ട് പോകും. അല്ലാതെ ആസാമിലെ പശ്ചിമ ബംഗാളിലെ TMCയുടെ ആളെ കണ്ടിട്ടൊന്നും അവരൊന്നും മുഴുവൻ നമ്പാൻ പറ്റില്ല. ഇവരൊക്കെ രീതി അങ്ങനെയാണ്. അപ്പോൾ ചന്ദ്രബാബു നായിഡുവും മറ്റേ നിതീഷ് കുമാറും ഒന്ന് ന്യൂട്രൽ നിൽക്കുകയാണെങ്കിൽ ചില സാധ്യത ഇന്ത്യ മുന്നണിക്കുണ്ട്. അതാണ് ബുദ്ധിപൂർവ്വം കളിക്കുന്ന BJP. ഈ 2 പേരെക്കാൾ കൂടുതൽ അടുത്ത സീറ്റുണ്ട് തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിക്ക്. ആ മമതയാണ് കയ്യിലെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പിന്നെ BSPയുടെ മായാവതി എടുത്തോലെ അവരും കയ്യിലെടുക്കുകയാണെങ്കിൽ അവിടെയും തെറ്റും. എന്ത് നിങ്ങൾ മനസ്സിലാക്കാത്തത്? അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊരു കാര്യം കൂടി പറയാം. ക്രിസ്തുമസ് കഴിഞ്ഞല്ലോ. പഴയതുപോലെ ശക്തിയിലെ ആഘോഷമില്ലെന്നൊക്കെ പരാതിയിലും ഈ കേരളത്തിലെ സഭാ നേതൃത്വം പറയാനുള്ള കാര്യമാണ്. മുഖ്യ ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി ചെറിയ ശത്രുവിനെ കൂട്ടുപിടിക്കുക എന്നൊരു തത്വം ഉണ്ടല്ലോ സഭാ നേതൃത്വമേ. അപ്പോൾ ഇന്ത്യയിൽ ക്രിസ്ത്യൻ സഭാ നേതൃത്വത്തിലെ മുഖ്യ ശത്രു സംഘപരിവാറാണോ മുസ്ലിങ്ങളാണോ? കാസ പറയട്ടെ, കാസ എടുക്കുക പല ലക്ഷ്യങ്ങളുണ്ടാവും. സഭ നേതൃത്വം പറയാണ്, സഭത്തിൽ ജനിക്കുമ്പോൾ ചിന്തിക്കുന്ന സാധാരണ ആൾക്കാരാണല്ലോ, മാന്യന്മാരാണല്ലോ. നിങ്ങളോട് സഭയോട് ചോദിക്കാൻ മൊയ്തീൻ ചോദിക്കാണ്ട് വ്യക്തമായിട്ട് ചോദിക്കുകയാണ് ഒരേ ഒരു ചോദ്യം: ഹു ആർ ദി മെയിൻ എനിമി ഇൻ ഇന്ത്യ?
ആരാണ് നിങ്ങളുടെ മുഖ്യ ശത്രു ഇന്ത്യയിൽ? അതിന് ഉത്തരം നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞേ തീരൂ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി തീരൂ. ഇല്ലെങ്കിൽ 20% മുസ്ലിങ്ങളുടെ സപ്പോർട്ടിൽ കിട്ടിയില്ലെങ്കിൽ പല സ്ഥലങ്ങളും പിടിച്ചെടുക്കാൻ പറ്റില്ല. 22% ദളിതരുടെ സപ്പോർട്ടിൽ പല നിങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റില്ല. ഒരിക്കൽ നിങ്ങൾ സംഘപരിവാർ നമ്പരുത്. നമ്പിയാൽ ഊമ്പിനാന്ന് പണ്ട് ജഗതി പറയുമ്പോൾ ആകെ ആപത്തായിരിക്കും. കാരണം പണ്ട് CH മുഹമ്മദ് സാഹിബ് ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴേ ലീഗുകാർ എന്തോ പ്രശ്നം ഉണ്ടായപ്പോൾ ഓടി പള്ളി കയറി പോലീസിൽ ആദ്യം അടിച്ചു. അവർ അല്ലോ ഞങ്ങൾ ലീഗാണെന്ന് പറഞ്ഞു. ലീഗാന്ന് പറഞ്ഞാൽ പോലീസ് ആദ്യം അടിക്ക് കുറച്ചില്ല. അതുപോലെ UP BJP ചേർന്ന മുസ്ലിങ്ങൾ സംഘടന വന്നപ്പോൾ ഞങ്ങൾ BJP വന്നിട്ടൊന്നും അവർ വാച്ചില്ല, അവരെ തട്ടി. അപ്പോൾ ഡൽഹിയിൽ അവിടുത്തെ BJPയുടെ പ്രധാന നേതാവ് മുസ്ലിങ്ങൾ അയാൾ വീടൊരും കത്തിച്ചളച്ച്, കൊന്നില്ല എന്നത്രേ ഉള്ളൂ. അതുകൊണ്ട് BJPയെ സംബന്ധിച്ച് സംഘപരിവാറിനെ സംബന്ധിച്ച് നിങ്ങൾ നമ്പിയാൽ അവർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ബേസ് എന്ന് പറയുന്നത്, ഞാൻ അതിൽ അവർ കുറ്റപ്പെടുത്താത്തത്, അവരുടെ ബേസ് എന്ന് പറഞ്ഞത് ന്യൂനപക്ഷ വിരോധവും കമ്മ്യൂണിസ്റ്റ് വിരോധമാണ്. അതാണ് ഒരു ബേസ്. ആ ബേസ് മാറ്റാൽ പുള്ളി മാറ്റാൻ പറ്റുമോ? അതിന് മാറി പിന്നെ പുള്ളിയാവോ? അതുപോലെ അവരുടെ ബേസ് അതായത് അത് മാറ്റാൻ പറ്റില്ലെന്ന് എൻ്റെ ബുദ്ധിയുള്ള സഭാ നേതൃത്വം മനസ്സിലാക്കാത്തത്. ഞാൻ ക്രിസ്ത്യൻ സമുദായത്തോട് ചോദിക്കുകയാണ്, സ്നേഹത്തിൻ്റെ ഭാഷയിൽ എനിക്ക് യാതൊരു ഇഷ്ടക്കുറവുള്ളതല്ല, വളരെ കൂടുതൽ അടുപ്പമുള്ള സമുദായമാണ് ക്രിസ്ത്യൻ സമുദായം. എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും ആ ക്രിസ്ത്യൻ സമുദായത്തിന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ചോദിക്കുകയാണ്. പുള്ളി മാറുന്ന പ്രശ്നമുണ്ടോ? അവർ സംഘപരിവാറിൻ്റെ ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിസ്റ്റ് വിരോധം മാറ്റിയാൽ ആ പാർട്ടി ഉണ്ടാവുമോ? അതെന്ത് നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഇപ്പം കണ്ടില്ലേ, പാലക്കാട് ജില്ലയിൽ വിഷയം മരിച്ചു, പിന്നെ പത്തനംതിട്ടയിലെ സ്ഥലത്ത് ഇത് എതിർത്തു. അതെന്ത് നിങ്ങൾ മനസ്സിലാക്കാത്തത്? തന്നെ ഇതിലൊരു വശമുണ്ട്, 2 വശമുണ്ട്. ഒന്ന് ക്രിസ്ത്യൻ സമുദായത്തോടും മറ്റൊന്ന് മുസ്ലിം സമുദായത്തോടും പറയാണ്. ഇപ്പോൾ മുസ്ലിം ഒരു പരപ്പനങ്ങാടിയിലെ PMS പൂക്കോയ തങ്ങൾ മെമ്മോറിയൽ കോളേജിലെ പരീക്ഷയ്ക്ക് കുട്ടികൾ മുഖം മൂടി വെച്ച് വന്നു. ആ മുഖം മൂടി പറ്റില്ലെന്ന് അവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞു. അത് പ്രിൻസിപ്പാൾ ഒരു കാക്ക തന്നെയാണ്. അതിനിടച്ചിൽ എതിർത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയെ പോലെ രാജ്യത്താണ് അധിവസിക്കാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾ പർദ്ദയിട്ടോ, പർദ്ദ ആരും എതിര് പറഞ്ഞില്ല. നിങ്ങൾ തലമറച്ചോ, അതും ആരും എതിര് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞാൽ അത് അസൂയാണ്. പക്ഷെ ഈ മുഖം മറക്കുക എന്ന് പറഞ്ഞാൽ അതെന്ത് നീതിയാണ്? അതെന്ത് രീതിയാണ്? എന്ത് നിയമമാണത്? നിങ്ങൾക്ക് എല്ലാവരും കാണാൻ, നിങ്ങളെ ആരും കാണാൻ പാടില്ല. ആ ഒരു സംസ്കാരം, ഇപ്പോൾ ഇസ്ലാമിൻ്റെ സംസ്കാരമാണെങ്കിലും മറ്റാരുടെ സംസ്കാരം, ആ ഒരു സംസ്കാരം ഇന്ത്യയെ പോലുള്ള ബുക്സ്വരതയുള്ള രാജ്യത്ത് അത് നിർബന്ധം പിടിക്കുന്നത് ശരിയല്ലെന്ന് തന്നെയാണ് മൊയ്തീൻ ഷാ പറയുന്നത്. പിന്നെ വേറെ കാര്യം പറയും, നിങ്ങൾ ഈ കറുത്ത് ധരിക്കുന്ന പകരം നിങ്ങൾക്ക് വെളുത്ത പർദ്ദ വെളുത്ത കറുത്തതിനാണോ പർദ്ദ എന്ന് പറഞ്ഞത്? ആ ഡ്രസ്സിനല്ലേ പറഞ്ഞത്? അത് നിങ്ങൾക്ക് വെളുത്ത ഉടുപ്പായ എന്താ കുഴപ്പം? വെളുത്ത തുണിയായാൽ അത് കുറച്ചൊരു ഭംഗിയല്ലേ? ഇതൊരു ഭീകര രൂപം പോലെ. കറുപ്പിന് അപകടത്തിൽ, ചുവപ്പും കറുപ്പൊക്കെ അപകടത്തിൽ ലക്ഷണമാണ് കാണിക്കുന്നത്, ദുഃഖത്തിൻ്റെയും അപകടത്തിൻ്റെയൊക്കെ ലക്ഷണം. അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് വെളുത്ത വസ്ത്രമായിക്കോളും? നിങ്ങൾ വീട്ടിൽ നമസ്കരിക്കുന്ന ചട്ടി മക്കനില്ലേ, അത് വെളുത്തമുണ്ടല്ലേ? അത് കറുത്ത് പോയിക്കാൻ ഏതെങ്കിലും കിതാബിൽ പറഞ്ഞായിട്ട് ഏതെങ്കിലും മുസ്ലിം പറയുന്നുണ്ടോ? അപ്പം നിങ്ങൾക്ക് നിനക്കത് എളുപ്പവഴി ക്രിയ ചെയ്യും പോലെയാണ്. ഒരാഴ്ച 2 ആഴ്ച കഴിയില്ല, അറിയില്ലെന്നല്ല. അത് വേണ്ട. അതല്ല ഇസ്ലാം പറഞ്ഞത്. ശുഭ്രവസ്ത്രധാരി എന്ന് പറഞ്ഞാൽ വെളുത്ത വസ്ത്രം ധരിക്കാൻ ഇസ്ലാം പ്രോത്സാഹിക്കുന്നറിയോ? അഴുക്കായി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അപ്പോൾ നമുക്ക് തിരുത്താൻ പറ്റും. ഇല്ലെങ്കിൽ കറുത്ത വസ്ത്രം കഴിച്ച് നെൽത്തൂടി അടിച്ച പോകുന്നത് അതെന്നെ പറയുന്നില്ല. പർദ്ദ ഇട്ടുകൊണ്ട് പല സ്ത്രീകൾ നടക്കുന്ന നെൽത്തൂടി മുറ്റിങ്ങനെ അടിച്ചടിച്ച് പോവുകയാണ്. അതൊക്കെ കഴുകുന്നുണ്ടോ? അത് അഴുക്കല്ല, ആ നജീസല്ലേ ഇത്. അത് വെച്ച് നിങ്ങൾ നമസ്കരിച്ചാൽ എങ്ങനെ ശരിയാവും? നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ആത്മീയവശം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഏതായാലും പിന്നെ ഈ മുഖം മറിച്ച് കന്നാലേക്ക് ഇത് ഇടുമ്പോൾ മറിച്ചുള്ള രീതി അതിന് നമുക്ക് പ്രോത്സാഹിക്കാൻ പറ്റില്ല. പെണിങ്ങിയാലും കെണിങ്ങിയാലും ഇനി മതത്തിൽ പുറത്തു പോയാലും ശരി, എന്ത് കൾച്ചറിൻ്റെ പേരിലാണെങ്കിലും പർദ്ദ ഇട്ടോ ഒരു കുഴപ്പമില്ല, തല മറിച്ച് ഒരു കുഴപ്പമില്ല, അതൊക്കെ നല്ല കാര്യമാണ്. അത് വെള്ളിയാക്കിക്കോളാം. അതുപോലെ മുസ്ലിം സമുദായത്തോടും ക്രിസ്ത്യൻ സമുദായത്തിൽ, പണ്ട് ക്രിസ്ത്യൻ സമുദായത്തോട് പറയേണ്ടത് ഇപ്പം മുസ്ലിം സമുദായത്തിൽ പറയണം. ഇന്ത്യയിൽ പണ്ട് ആരുടെ പറഞ്ഞ പോലെ ന്യൂനപക്ഷങ്ങൾക്ക് ചില അവകാശം ഉണ്ടെങ്കിൽ അതുപോലെ ഉത്തരവാദിത്തങ്ങളുണ്ട്, കടമകളുണ്ട്. അതെന്താണ്? നിങ്ങൾ ഈ വിദേശ പണം കൊണ്ടുവന്ന് ചീർത്ത് പന്നി പോലെ സുഖിച്ച് നടക്കുമ്പോൾ ഇവിടുത്തെ ഇന്ത്യയിലെ പൂർവ്വീർ എന്ന് പറഞ്ഞാൽ ഹിന്ദു സമുദായ യുവാക്കൾ ബന്ധം തീർന്ന് നടക്കുന്നത് മനസ്സിലാക്കണം.
പണ്ട് ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പം മുസ്ലിങ്ങൾ പല വിഭാഗം തുടങ്ങിയിട്ടുണ്ട്. വിദേശ പണം പിന്നെ പെട്രോൾ ഡോളർ തുടങ്ങുമ്പോൾ ഡോളറൊക്കെ കൊണ്ട് ഇതുകൊണ്ട് അങ്ങനെ വേണ്ടെന്നേ. ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ ഒരു വിഭാഗം ആള് അനൗൺസ് ചെയ്യുന്നറിയോ, നിങ്ങൾ മുടി കഴുകി കൊടുക്കോ, മുടി കഴുകി കുടിച്ചോന്ന്. പുണ്യം ജലം, മുടിയാണ് കഴുകിയ വെള്ളമാണ് ജലം. അപ്പോൾ വേറെയാണ് അത് തെറ്റാണ്. ഇവിടെ മണ്ട ശിരോമണികളെ, ഇന്ത്യയിൽ അതാണ് ഇവിടെ നിങ്ങൾ മുഖ്യ ശത്രു. ഞാൻ പിന്നെ ക്രിസ്ത്യൻ സമുദായം ചോദിച്ചത് നിങ്ങൾ ആരോടോ നിങ്ങളുടെ മുഖ്യ ശത്രു? സുന്നിയും മല്ലിയും മൂലവും ഒക്കെ ആണോ നിങ്ങളുടെ ശത്രു? നിങ്ങൾ ശത്രുവാണ് സംഘപരിവാർ തന്നെയാണ്. കാരണം അവർക്ക് അവരുടെ നിലനിൽപ്പാണ്. അതുകൊണ്ട് അതിനെ എതിർക്കാൻ വേണ്ടി ഉപയോഗിച്ച് നിൽക്കാതെ നിങ്ങൾ ഈ സുന്നികൾ ഗ്രൂപ്പ് ഉണ്ടാക്കി അല്ലെങ്കിൽ മുജാഹിദ് ഉണ്ടാക്കി പ്രാർത്ഥിക്കുന്ന ഈ മൗലിമാരൊക്കെ നമ്മൾ ഇന്നലെ രാഷ്ട്രീയ നേതാക്കളെ ചൂലിനടിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളൊക്കെ ചാണം മുക്കി അടിക്കണം. എന്താണ് ഇന്ത്യയിൽ ഇപ്പോഴത്തെ അവസ്ഥ? ലോകത്തിൻ്റെ അവസ്ഥയുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ അവസ്ഥ. അതിന് ശത്രുവിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കാതെ കൈ കെട്ടുന്ന കാര്യവും പിന്നെ ഇതൊക്കെയാണ് പറയുന്നത്. അതവർ ചെയ്തോട്ടെ. മുടി കഴുകി കുടിച്ചോട്ടെ. നിങ്ങൾ കുടിക്കണ്ട, നിങ്ങൾ പറയാൻ വേണ്ട. അല്ലെങ്കിൽ ചന്തക്കൂടെ നടത്തും ചർച്ചിക്കോട്ടെ. അത് നിങ്ങൾ പറയുന്നതിനാ? അല്ലെങ്കിൽ ചന്തക്കൂടെ വേണ്ടെന്ന് പറയാം, അതിന് പേരെടുത്ത് പറയുന്നതിനാ? അത് ചെയ്യും പോലെ നിങ്ങൾ ഈ വിദേശ പണം കൊണ്ടൊന്ന് തിന്ന് സുഖിച്ച് പന്നി ചീർത്ത് നടക്കും പോലെ ക്രിസ്ത്യൻ സമുദായം മുസ്ലിം സമുദായത്തിലും ചില കിങ്കരന്മാരവർക്ക് മതസ്ത്രീകളൊന്നുമില്ല. ആ അഭ്യാസം കാണിക്കരുത്. അഭ്യാസം കാണിച്ചാൽ ഇതുപോലെ ക്രിസ്തുമസിൻ്റെ തടസ്സമൊക്കെ ഉണ്ടാവും. ഈ മുസ്ലിം സമുദായം ചില പരിപാടി തടസ്സം വരും. എന്താ വെച്ചാൽ നിങ്ങൾ ഈ ദേവാലയങ്ങൾ പിന്നെ ആരാധനാലയങ്ങൾ പ്രാർത്ഥിക്കാനുള്ളതാണ്. ആതുരാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിങ്ങൾ മതപ്രചരണം നടത്തില്ലേ? സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് നടന്ന സ്കൂളിൽ നിങ്ങൾ ഓരോ ജാതിക്കും അവരൊരു പ്രചരണത്തിന് ഉപയോഗിച്ചാൽ അതൊരു വിഷമില്ലേ? അല്ലെങ്കിൽ ആന്റണി ശ്രദ്ധിക്കുകയാണ്, ആന്റണി പറഞ്ഞാൽ ശരിയാണ്, അതൊരു വിഷമില്ലേ? നിങ്ങൾ ഈ ആശുപത്രി ആണെങ്കിലും പിന്നെ സ്കൂളുകളിലും കോളേജാണെങ്കിലും ആ മതപ്രചരണം നിർത്തുന്നേ. ഞങ്ങളത് ഞങ്ങൾ ഹിന്ദു പരിഷത്ത് കൂടെ നിൽക്കുന്നുള്ളൂ മര്യാദക്കല്ലെങ്കിൽ. ഞങ്ങൾ ഒരു വശം അവിടെ എതിർക്കുന്നു. അത് ഒരു ലൈൻ. മറ്റു ലൈൻ ഇതുപോലെ ധിക്കാരവും അഹങ്കാരവും മണ്ടത്തിലും കാണിക്കുന്നവരൊക്കെ അത് തന്നെ വേണം. നിങ്ങൾ എന്താണ് സർക്കാർ സ്കൂളിൽ ഇത് ആഘോഷം നടത്തുന്നത്? നിങ്ങൾ വീട്ടിലെടുത്താലും നിങ്ങൾ ദേവാലയങ്ങൾ നടത്തണം. നാളെ മുസ്ലിം സമുദായം വന്നിട്ട് പെരുന്നാളിന് അല്ലെങ്കിൽ നബിദിനത്തിന് സർക്കാർ സ്കൂളിൽ ഒരു ആഘോഷം വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ അവിടെ? ഇന്നാളൊരു സർക്കാർ സ്കൂളിൽ പറയുമ്പോൾ നമ്മൾ എല്ലാം പറയണം, അന്ധമായിട്ട് എതിർത്തുക്കാരില്ല. ഇന്നാൾ സർക്കാർ സ്കൂളിൽ എന്തോ പൂജ നടത്തിയതിൻ്റെ പേരിൽ കൂടി സമരം ഉണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കിയില്ലേ? അതേ കേരളത്തിലാണ് ഞങ്ങൾ ക്രിസ്തുമസ് നിങ്ങൾ സ്കൂൾ കോമ്പൗണ്ടും സ്കൂൾ പറമ്പിൽ സ്കൂൾ ആഘോഷിച്ചത്. അപ്പോൾ വിശ്വ പരിഷത്തെ പോലോട് വന്ന് ചോദ്യം ചെയ്യും. ഞാൻ വളരെ ദുഃഖിതനായിട്ടോ അല്ലെങ്കിൽ വളരെ കാര്യമായിട്ട് പറയാണ്, സഭയും മുസ്ലിം നേതൃത്വവും ഒന്ന് കുറച്ചുകൂടി മനസ്സിലാക്കി വിലയിരുത്തിയില്ലെങ്കിൽ സംഗതി അപകടത്തിലേക്കാണ്. നിങ്ങളുടെ മതപ്രചരണം പുറത്തു വേണ്ട, നിങ്ങളുടെ പള്ളി ആരാധനകളിൽ. ഇതിപ്പോൾ മുജാഹിദ് സുന്നി അല്ലെങ്കിൽ മറ്റേ എന്തൊരു പ്രചരണം റോട്ടിൽ കൂടി, അതൊന്നും സമ്മതിക്കാൻ പറ്റൂലത്. നിങ്ങൾ നിങ്ങളുടെ മതാരാധനകൾ നിങ്ങൾ എന്തുകൊണ്ട് നടത്തിക്കോ, പുറത്തേക്ക് പബ്ലിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഞങ്ങൾ വിശ്വസിൻ്റെ പരിസരത്ത് കൂടെ ഇതുപോലെ വൃത്തികേട് കാണിച്ചാൽ അത് സഭയായാലും കൊള്ളാം, മുസ്ലിം നേതാക്കളായാലും കൊള്ളാം, മുസ്ലിം പുരോഹിതന്മാരായാലും കൊള്ളാം. ഞങ്ങൾ മുസ്ലിം പുരോഹിതന്മാരെ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ആരാധന അള്ളാഹുവിന് മാത്രം. അതുപോലെ സഭയെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ നിങ്ങൾ വിദേശ പണം കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ പാവം ഹിന്ദു സമുദായത്തിൻ്റെ മുമ്പിലിട്ടുകൊണ്ട് നിങ്ങൾ ആളാകോ തിന്ന് പന്നിയെ പോലെ ചീർത്ത് നടത്താണ്ടല്ലോ, ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അവിടെ വളരെ കർശനമായിട്ട് പറയണം. ഇല്ലെങ്കിൽ വളരെ ശക്തമായി താക്കീതാണ്. മുസ്ലിം സമുദായമായാലും ക്രിസ്ത്യൻ സമുദായമാണെങ്കിലും പള്ളികളിൽ കൂടി അല്ലെങ്കിൽ സ്കൂളിൽ കൂടിയും പിന്നെ ആശുപത്രി കൂടിയുള്ള മതപ്രചരണം ആദ്യം നിർത്തുന്നത്. പണ്ടൊക്കെ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപടി ആൾക്ക് മതപരിചയം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് ഈ സമുദായം വളർന്നൊന്നുമില്ലല്ലോ, താഴോട്ട് പോകല്ലത്. എത്ര കോടി മുടക്കി ബൈബിൾ പ്രചരണം നടത്തുന്നുണ്ട്, എത്ര കോടി മുടക്കി മതപ്രചരണം നടത്തുന്നുണ്ട്. എന്തിന് എവിടെയാ സാധനം? തന്നെയുമല്ല, 3 പിള്ളേർ വന്നപ്പോഴേക്ക് നിങ്ങൾ തോറ്റോടിയില്ലേ? ഇന്നാളൊരു പെന്തക്കോസ്റ്റ് യോഗത്തിൽ ട്രിവാൻഡ്രത്ത് വെച്ച് 150 പേരുണ്ടായി. 15 പേര് എന്ന് ഇതുപോലെ പറഞ്ഞപ്പോൾ എല്ലാം ഓടി. കാരണം പൈസ കൊടുത്തു കൊടുക്കുന്ന ആൾക്കാരാ. അത് ആ പൈസ കൊടുത്തപ്പോൾ ഈ തല്ലുണ്ടാ പറഞ്ഞില്ല, അവർ പേടിച്ച് ഓടിപ്പോയി. അത് അല്ല. അപ്പം മലപ്പുറത്ത് പിന്നാണ് എടപ്പാൾ ഓട്ടങ്ങൾ ഓടിച്ചിട്ടുണ്ടോ? എടപ്പാളിൽ മുസ്ലിങ്ങളൊക്കെ വിൽക്കുമെന്ന ആവശ്യമാണല്ലോ. ജീവനും ഓടി. കാരണം അവർ പൈസ കൊടുത്ത് വന്നവരല്ല.
വിശ്വാസം കൊണ്ട് വന്നവരാ. അപ്പം വിശ്വാസം കൊണ്ട് വരുന്ന സഭാ നേതൃത്വമാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതിൽ വിശ്വാസം വരുന്ന മുസ്ലിംകാരും കുഴപ്പമില്ല, അവർക്ക് ശക്തി പവർ ഉണ്ടാവും. ഈ പൈസ കൊടുത്ത് കൊണ്ടുവരുന്ന ആൾക്കാരാണ് ഈ ഓടിപ്പോകുന്നത്. അങ്ങനെയുള്ള അഭ്യാസം കാണിക്കേണ്ട, കാര്യങ്ങളായിട്ട് പറയണം. തന്നെയുമല്ല, ഇവിടെ ചർച്ച് ആക്ട് വേണം എന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട്. ചർച്ച് ആക്ട് വേണം, മറ്റുള്ള സമുദായങ്ങൾക്കുണ്ട്. ക്രിസ്ത്യൻ സമുദായം ചർച്ച് ആക്ടിൽ കൊണ്ടുവരാൻ പറ്റി എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി. അനങ്ങാൻ പറ്റുമോ? വി ആർ കൃഷ്ണയ്യരെ ചേർത്തില്ലേ ആളെ വെച്ച്, വി ആർ കൃഷ്ണയ്യരെ ചെയർമാനായിട്ടോ ഒരക്ഷരം ഒരു അടി അനങ്ങാൻ പറ്റിയോ? അതൊന്നും വേണ്ട. നിങ്ങൾക്ക് പ്രത്യേക അവകാശ അധികാരമൊന്നുമില്ലെന്ന്. ഇന്ത്യൻ പോരെ നിലക്ക് അതിൽ കവില്ല ഒരു അധികാരമോ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇല്ല. ഇന്ത്യയിൽ ന്യൂനപക്ഷ നിലയിൽ ചില പരിഗണനയുണ്ട്, അത് ഓക്കെ, അത് തരാൻ തയ്യാറുമാണ്. പക്ഷെ അല്ലാതെ ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും നിങ്ങൾ വിദേശ പണം കൊണ്ടുവരും ഇവിടെ മതപ്രചരണം നടത്തി കഴിഞ്ഞാൽ മുട്ടുകാലെടുക്കും. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും BJP SPക്ക് മര്യാദക്കില്ലെങ്കിൽ. അതുകൊണ്ട് മര്യാദക്ക് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.